ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വേണ്ട സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന വേസ്റ്റ് വെള്ളം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള നല്ല അടിപൊളി ടിപ്സ് ആയിട്ടാണ് കേട്ടോ. നമ്മൾ ആ വെള്ളം വരുന്ന ആ ട്രേ അഴിച്ചെടുക്കാതെ തന്നെയാണ് നമ്മളത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേറ്റ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ട്യൂബാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇടും, വെള്ളം അളക്കാനൊക്കെ എടുക്കുന്ന ഒരു ചെറിയ ട്യൂബില്ലേ, അത് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒന്ന് നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ എയർ കുടുങ്ങി എന്തുണ്ടാവും, അത് നമ്മൾ ഈ പൈപ്പ് തുറന്നിട്ട് നമ്മളിങ്ങനെ വെള്ളം നിറച്ചെടുക്കുമ്പോൾ അത് പോയിക്കോളൂ കേട്ടോ. ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളം നിറച്ചെടുക്കുക. എന്നിട്ട് ഒരു വിരൽ വെച്ചിട്ടൊന്നിങ്ങനെ പോവാതിരിക്കാനൊന്നിങ്ങനെ പൊത്തിപ്പിടിച്ചാൽ മതി. നമ്മൾ ട്യൂബിൽ ഫുള്ളായിട്ട് വെള്ളം അങ്ങനെ നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ആക്കിയെടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സെക്കൻഡിൽ തന്നെ അതിലത്തെ വെള്ളം ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഒരു കപ്പ് വേണം. നമ്മൾ ഇനി ഈ ട്രേയിൽ അതാ ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ട്യൂബ് ഒന്ന് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ കപ്പിലേക്ക് പിടിക്കുമ്പോൾ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെള്ളം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. വെള്ളം പോകുന്നത് കണ്ടോ, ആ കപ്പിലേക്ക് വെള്ളം പെട്ടെന്ന് തന്നെ അതിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ അതിൻ്റെ ആ ട്യൂബിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ അതങ്ങനെ നിൽക്കുകയും ചെയ്തോളൂ കേട്ടോ. കണ്ടോ, പെട്ടെന്ന് തന്നെ അതിലത്തെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് കൂടി വെള്ളമുണ്ട്, അതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, അതിലത്തെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സൈഡിലും കൂടി വെള്ളമുണ്ട്, അത് നമുക്കിതാ ഇതുപോലെ കണ്ടോ, ഞാനൊരു പഴയൊരു കത്രികയാണ് ഒന്ന് ഇങ്ങനെ ആക്കി വെച്ച് കൊടുത്തിരിക്കുന്നത് ആ ട്യൂബിൻ്റെ മുകളിൽ, പെട്ടെന്ന് ഇങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ, കപ്പിലേക്ക് ഫുള്ളായിട്ട് വെള്ളം വരുന്നത് കണ്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതും കംപ്ലീറ്റ് ആയിട്ട് തന്നെ അതിലത്തെ വെള്ളം ഒരു തരി പോലും ഇല്ലാതെ ഫുള്ളായി തന്നെ അങ്ങനെ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ വെറും ഈ ട്യൂബിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടോ, വെള്ളമൊക്കെ പോയി വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് വെള്ളം പോയിട്ട് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ ഷീല എടുക്കുക കേട്ടോ. അപ്പോൾ ട്യൂബൊന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ ഷീല എല്ലാവരും വീട്ടിലും ഉണ്ടാവും. ഇതുപോലെ ഒന്നിങ്ങനെ നീളത്തിലൊന്നിങ്ങനെ മുറിച്ചെടുക്കുക. ഒരു ചെറിയൊരു കഷ്ണം എടുത്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഒന്ന് വെള്ളം നനച്ചിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വെള്ളമുള്ള ആ ട്രേയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ വെള്ളത്തിൻ്റെ ആ ട്രേയിലേക്ക് ഇങ്ങനെ ഇറക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊരു കപ്പിലേക്ക് ആക്കിയിട്ട് ഇട്ട് വെച്ച് കൊടുക്കുക. ഒരു പഴയൊരു കപ്പിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കുക. അത് എന്നിട്ട് ഒരു ഇർക്കിളി എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് താഴ്ത്തിട്ട് കൊടുക്കണം കേട്ടോ, ആ ട്രേയിലേക്ക് എടുക്കുന്ന ആ ഭാഗം. അപ്പോൾ നമുക്ക് ആ കപ്പിലേക്കായിട്ട് കാണാം അങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറേ ടൈം ആ ട്യൂബ് വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതാകുമ്പോൾ കുറച്ചുകൂടി ടൈം വേണ്ടി വരും കേട്ടോ. ഇതുപോലെ അങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റി വീഴുന്നത് കാണാം കണ്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പണിയിലാകുമ്പോൾ നമുക്ക് അതിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കേണ്ടത് പോലെ ഒന്ന് ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. ഫുള്ള് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ക്ലീൻ ആയി ഉണ്ടാവും. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇറ്റിറ്റ് ഇങ്ങനെ വീഴുന്നത് കാണാം കണ്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇതിൻ്റെ ഈ ട്രേ അഴിച്ചെടുത്തിട്ടൊന്നും ആയിരിക്കില്ല ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ടാവുക. നമ്മൾ അല്ലാതെയും ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ
എപ്പോഴും ഇങ്ങനെ അഴിച്ചെടുക്കുമ്പോൾ അതിന് അതിൻ്റെ ആ ഒരു സ്ക്രൂ പോലത്തെ ഒക്കെ പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്ന് വെള്ളം ക്ലീനായി കിട്ടുകയും ചെയ്യും കേട്ടോ. കണ്ടോ, ഇതുപോലെ കുറച്ച് ടൈം വെച്ചാൽ അങ്ങനെ ക്ലീനാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.